മലപ്പുറം ജില്ലയിലെ പാങ്ങ് ഗവൺമെന്റ് യു.പി. സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങൾ മടങ്ങുന്ന ഒരു സംഘം ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് വാൽപ്പാറയുടെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ യാത്ര തിരിച്ചത്. എന്നാൽ ആ സന്തോഷ നിമിഷങ്ങൾ ഒരു നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തുന്ന ദാരുണമായ ദുരന്തമായി മാറുമെന്ന് ആരും കരുതിയിരുന്നില്ല. വാൽപ്പാറയിലെ അപകടം 5 വിലപ്പെട്ട ജീവനുകളാണ് കവർന്നത്. വൻ ദുരന്തത്തിന്റെ ആഘാതത്തിൽ കഴിയുന്ന കുടുംബങ്ങൾക്ക് താങ്ങായി സംസ്ഥാന സർക്കാർ ഇപ്പോൾ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സ്കൂൾ അവധിക്കാലത്ത് സഹപ്രവർത്തകരോടൊപ്പം കുറച്ചു സമയം ചെലവഴിക്കാനായി പുറപ്പെട്ടതായിരുന്നു ഈ സംഘം. എന്നാൽ വാൽപ്പാറയിലെ വളവുകളിൽ വെച്ച് നിയന്ത്രണം വിട്ട വാഹനം മറിഞ്ഞ് നിമിഷ നേരം കൊണ്ട് എല്ലാം അവസാനിച്ചു. ഒരു വിനോദയാത്ര ഇത്രയധികം വീടുകളിൽ വിളക്കണയ്ക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പാങ്ങ് ഗവൺമെന്റ് യു.പി. സ്കൂളിലെ പ്രിയപ്പെട്ട ഡ്രൈവർ നൌഷാദ് അലിയും സ്കൂളിലെ കുട്ടികൾക്ക് ആഹാരം വിളമ്പിയിരുന്ന പാചക തൊഴിലാളികളായ സാജിദ, റുഖിയ, ഷക്കീല എന്നിവയും ഒരു കുഞ്ഞു വിദ്യാർത്ഥിയായ മുഹമ്മദ് ഷിഹാമും ഈ അപകടത്തിൽ വിട പറഞ്ഞു. തങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെയും സുഹൃത്തുക്കളെയും നഷ്ടപ്പെട്ട നടുക്കത്തിലാണ് ആ വിദ്യാലയവും നാടും. ദുരന്തത്തിന്റെ തീവ്രത കണക്കിലെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ധനസഹായം പ്രഖ്യാപിച്ചു. ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാത്തവർക്ക് 10 ലക്ഷം രൂപ വീതം നൽകാനുള്ള തീരുമാനം ആ കുടുംബങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഒരു പരിധിവരെ സഹായിക്കും. അപകടത്തിൽ മരിച്ചവരുടെ ഇൻഷുറൻസ് പരിരക്ഷ ഇല്ലാതെ 5 പേരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം നൽകാൻ സർക്കാർ അനുവദിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ഈ തുക അനുവദിക്കുന്നത്. അപകടത്തിൽ മരിച്ച അധ്യാപകർക്ക് നിലവിൽ ഇൻഷുറൻസ് പരിരക്ഷയുണ്ട്. എന്നിരുന്നാലും ഇൻഷുറൻസ് തുകയ്ക്ക് പുറമെ ചികിത്സയ്ക്കായി അധിക തുക ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ ആ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകാൻ മന്ത്രിസഭ തീരുമാനിച്ചു. അപകടത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സാ ചുമതല പൂർണ്ണമായും സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. പരിക്കേറ്റ അധ്യാപികയുടെ മകൻ മുഹമ്മദ് ഷിഹാദിൻ, മറ്റൊരു അധ്യാപികയുടെ മകൾ സൈനിൻ, വാഹനത്തിന്റെ ഡ്രൈവർ മുഹമ്മദ് ഷാഹിസ് എന്നിവരുടെ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കും. വാൽപ്പാറ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് കൈത്താങ്ങാകുക എന്ന പ്രധാന തീരുമാനത്തിനൊപ്പം തന്നെ സംസ്ഥാനത്തിന്റെ ഭരണപരമായ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി ചില നിർണായക തീരുമാനങ്ങളും മന്ത്രിസഭ കൈക്കൊണ്ടു. 12ാം ശമ്പള കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിലും സുഗമമായും പൂർത്തിയാക്കുന്നതിനായി പുതിയ തസ്തികകൾ സൃഷ്ടിക്കാൻ സർക്കാർ തീരുമാനിച്ചു. ഇതിനായി 14 അധിക തസ്തികകൾ സൃഷ്ടിച്ച് മുൻപ് പുറപ്പെടുവിച്ച ഉത്തരവ് മന്ത്രിസഭ ഇന്ന് സാധൂകരിച്ചു. കമ്മീഷന്റെ പഠനങ്ങളും ശുപാർശകളും സമയബന്ധിതമായി സമർപ്പിക്കാൻ ഈ നടപടി സഹായകരമാകും. ദുരന്തത്തിൽപ്പെട്ടവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടെങ്കിൽ പോലും അവർക്ക് അർഹമായ അധിക സഹായം നൽകുന്നതിൽ സർക്കാർ വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് വ്യക്തമാക്കി. ഇൻഷുറൻസ് തുകയ്ക്ക് പുറമെ ചികിത്സയ്ക്കായി വലിയ തുക ചിലവായിട്ടുള്ള സാഹചര്യങ്ങളിൽ ആ തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകാൻ തീരുമാനമായി. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന മുഹമ്മദ് ഷാഹിദിൻ, വാഹനത്തിന്റെ ഡ്രൈവർ മുഹമ്മദ് ഷാഹിസ് എന്നിവരുടെ സമ്പൂർണ്ണ ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കുമെന്ന തീരുമാനത്തിൽ മന്ത്രിസഭ ഔദ്യോഗിക അംഗീകാരം നൽകി. വാൽപ്പാറയിലുണ്ടായ ദാരുണമായ അപകടം വിനോദയാത്രകളുടെ സുരക്ഷയെക്കുറിച്ച് വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് കർശനമായ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. രാത്രി യാത്രകൾ ഒഴിവാക്കണമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം. രാത്രി 10 മണി മുതൽ രാവിലെ 9 മണി വരെയുള്ള യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണം. വിനോദയാത്രകൾ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും പകൽ സമയത്തായിരിക്കണമെന്ന് വകുപ്പ് നിർദ്ദേശിക്കുന്നു. വിനോദയാത്രകൾക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പിന്റെ കർശന പരിശോധനയ്ക്ക് വിധേയമാക്കണം. വാഹനത്തിന്റെ മതിയായ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസ് എന്നിവ ഉണ്ടെന്ന് സ്കൂൾ അധികൃതർ ഉറപ്പുവരുത്തണം. നിയമവിരുദ്ധമായ ലൈറ്റുകളോ ഉച്ചത്തിലുള്ള ശബ്ദ സംവിധാനങ്ങളോ വാഹനത്തിൽ പാടില്ല. മലയോര മേഖലകളിലെയും ഹെയർപിൻ വളവുകളിലെയും യാത്ര പോകുമ്പോൾ ഡ്രൈവർമാർക്ക് അത്തരം പാതകളിൽ മതിയായ പരിചയമുണ്ടെന്ന് ഉറപ്പാക്കണം. വാൽപ്പാറ പോലെയുള്ള അപകട സാധ്യതയുള്ള മേഖലകളിൽ പരിചയമില്ലാത്ത ഡ്രൈവർമാർക്ക് വാഹനം ഓടിക്കുന്നത് നിയന്ത്രിക്കും. ഡ്രൈവർമാർക്ക് മതിയായ വിശ്രമം എടുക്കുന്നുണ്ടെന്ന് സ്കൂൾ അധികൃതർ നിരീക്ഷിക്കണം. അംഗീകൃത ടൂർ ഓപ്പറേറ്റർമാരുടെ സേവനം മാത്രമേ ഉപയോഗിക്കാവൂ. യാത്ര പോകുന്നതിന് മുമ്പ് റൂട്ട് മാപ്പും താമസ സൗകര്യങ്ങളും സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ ബന്ധപ്പെട്ട AEO അല്ലെങ്കിൽ DEO ഓഫീസിൽ സമർപ്പിക്കണം. ഓരോ 15 വിദ്യാർത്ഥികൾക്കും ഒരു അധ്യാപകൻ എന്ന അനുപാതത്തിൽ മേൽനോട്ടം ഉറപ്പാക്കണം. വാൽപ്പാറയിലുണ്ടായ ദാരുണമായ ബസ് അപകടം കേരളത്തിന് നൽകുന്നത് ഒരിക്കലും ഉണങ്ങാത്ത മുറിവാണ്. സന്തോഷം തേടിപ്പോയ ഒരു കൂട്ടം മനുഷ്യരുടെ ജീവിതം പാതി വഴിയിൽ പൊലിഞ്ഞപ്പോൾ അതൊരു വിദ്യാലയത്തിന്റെയും നാടിന്റെയും മാത്രമല്ല സംസ്ഥാനത്തിന്റെ തന്നെ നോവായിട്ട് മാറി.